NCERT MCQ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിലെ പടിഞ്ഞാറൻ ഹിമാലയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 52 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിക്കുന്നുണ്ട്. പാർട്ട് 1-ൽ ഹിമാലയ പർവ്വതനിരകളെക്കുറിച്ചും ഹിമാലയത്തിന്റെ പിറവിയെക്കുറിച്ചും 47 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് കാണാത്തവർ കാണുക. ലിങ്ക് മുകളിൽ നൽകിയേക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾക്ക് പറയുന്ന പേരെന്താണ്? തടാകങ്ങൾ, സമതലങ്ങൾ, ഗിരികന്ധരങ്ങൾ, ഉപദ്വീപുകൾ. പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ടൊഴുകുന്നു. അപ്പോൾ അതാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗിരികന്ധരങ്ങളെ കുറിച്ചുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. അപ്പോൾ ഗിരികന്ധരങ്ങൾ എന്താണ്? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെയാണ് ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കണം. ഇനി പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. എന്താണ്? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പോൾ ഇവയാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോൾ ഇതിൽ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാമല്ലോ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾക്ക് പറയുന്ന പേരെന്താണ്? ഗിരികന്ധരങ്ങൾ എന്നാണ്. ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്? ആൻസർ ഏതാണ്? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഹിമാലയത്തെ ആകെ എത്ര പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്? എത്ര വിഭാഗമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്? 3 വിഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രക്രിയയിലൂടെയാണ് നദികൾ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്? ആൻസർ ഏതാണ്? അപരദനമാണ്. അപ്പോൾ അപരദനം എന്ന പ്രക്രിയയിലൂടെയാണ് നദികൾ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപരദനത്തിലൂടെ ഹിമാലയത്തിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നതായി സൂചിപ്പിച്ചിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, സത്ലജ് ആണ്. അപ്പോൾ അപരദനത്തിലൂടെ ഹിമാലയത്തിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ്. ഇനി ഹിമാലയ പർവ്വതനിരകൾ പ്രാദേശിക വിഭാഗങ്ങൾ നോക്കാം. ട്രാൻസ് ഹിമാലയം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഇനി ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ആണ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഇനി കിഴക്കൻ കുന്നുകളെ കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഖാസി, ജയന്തിയ കുന്നുകൾ, നാഗാ കുന്നുകൾ, പട്കായ് ബൂം. ഇതാണ് കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നത്. മധ്യ ഹിമാലയം യെല്ലോയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് മധ്യ ഹിമാലയം വരുന്നത്. ഈ കിഴക്കൻ ഹിമാലയം ഈ സൈഡാണ്, സൈഡിലാണ് കിഴക്കൻ ഹിമാലയം ഉൾപ്പെടുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം ഗ്രീൻ കളറിൽ വരുന്നതാണ്. ഇത് ഇത്രയുമാണ് പടിഞ്ഞാറൻ ഹിമാലയം. ഈ ഭൂപടത്തിൽ ഹിമാലയത്തിന്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഹിമാലയത്തിന്റെ 3 പ്രാദേശിക മേഖലകൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദിയും കാളി നദിയുമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. ഇനി മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ഇവിടുത്തെ കാളി നദിയും പിന്നെ ഏത് നദിയാണ്? ടീസ്റ്റ നദിയുമാണ്. അപ്പോൾ കാളിയും ടീസ്റ്റയുമാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. ഓർത്തു വയ്ക്കണം. ഇനി കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ടീസ്റ്റ നദിയും ബ്രഹ്മപുത്ര നദിയുമാണ്. ടീസ്റ്റ നദിയും ബ്രഹ്മപുത്ര നദിയുമാണ് ഏതിനെ വേർതിരിക്കുന്നത്? കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത്.
ഏതൊക്കെയാണ്? ടീസ്റ്റ നദിയും ബ്രഹ്മപുത്ര നദിയുമാണ്. ഇവിടെയാണ് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദിയുമാണ് കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളിയും ടീസ്റ്റയുമാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് സിന്ധു നദിയും കാളിയുമാണ്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് സിന്ധു നദിയും കാളി നദിയുമാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളി നദിയും ടീസ്റ്റ നദിയുമാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ടീസ്റ്റയും ബ്രഹ്മപുത്രയുമാണ് കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. ഹിമാലയ മേഖലയെയും അവയെ വേർതിരിക്കുന്ന നദികളെയും കുറിച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് സിന്ധുവും കാളിയുമാണ്. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ഏതൊക്കെ നദികളാണ്? കാളിയും ടീസ്റ്റയുമാണ്. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ടീസ്റ്റയും ബ്രഹ്മപുത്രയുമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന അതിർത്തി നദികൾ ഏതെല്ലാമാണ്? സിന്ധുവും കാളിയുമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. കാളി, ടീസ്റ്റ എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ പ്രാദേശിക മേഖല ഏതാണ്? മധ്യ ഹിമാലയമാണ്. കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിൽ ഏത് ഹിമാലയമാണ്? മധ്യ ഹിമാലയമാണ്. ക്വസ്റ്റ്യൻ: ടീസ്റ്റ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വേർതിരിക്കുന്ന ഹിമാലയ മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? കിഴക്കൻ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടീസ്റ്റ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വേർതിരിക്കുന്ന ഹിമാലയ മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കിഴക്കൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇതിലേതാണ് ശരിയായ ജോഡി? പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളിയുമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ശരിയായിട്ട് തന്നിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ: പടിഞ്ഞാറൻ ഹിമാലയം ജമ്മു കാശ്മീരിന്റെ വടക്ക് ഏത് നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദീ താഴ്വര വരെയാണ് ഉൾപ്പെടുന്നത്? നമുക്ക് പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി. കാളി നദി എന്ന് പറയുന്നത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഘാഗ്ര നദിയുടെ പോഷക നദിയാണ് ഈ കാളി നദി. ഈ കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലയായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തിരിക്കുന്നു: കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സിന്ധു നദിയാണ്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദീ താഴ്വര വരെയാണ് ഉൾപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. കാളി നദി താഴെ പറയുന്നവയിൽ ഏത് നദിയുടെ പോഷക നദിയാണ്? ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. ക്വസ്റ്റ്യൻ: താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഉപവിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത മേഖല ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അസം ഹിമാലയമാണ്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഇനി കാശ്മീർ ഹിമാലയത്തെ കുറിച്ച് പഠിക്കാം. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്താണ് വ്യാപിച്ചു കിടക്കുന്നത്. എത്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ നീളം എത്രയാണ്? കാശ്മീർ ഹിമാലയത്തിന്റെ നീളം ഏകദേശം 700 കിലോമീറ്റർ ആണ്. വീതി ഏകദേശം 500 കിലോമീറ്റർ ആണ്. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവ. അപ്പോൾ കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവ എവിടെയാണ് കാണുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ 8611 മീറ്റർ കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അതിന്റെ എത്ര ഉയരമാണ്? 8611 മീറ്റർ ആണ് ഉയരം. കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബൊൾട്ടോരോ തുടങ്ങിയ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്.
അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിനും ബൊൾട്ടോരോയുമാണ്. ഈ സിയാച്ചിൻ ഹിമാനിയെ കുറിച്ച് ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ഇത് PYQ ആണ്, ഓർത്തു വയ്ക്കണം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയാണ്. സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് ഈ ഹിമാനികളാണ്. സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? രവി, ഝലം, ചിനാബാണ്. സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് ഏത് ഹിമാനികളിലൂടെയാണ്? സിയാച്ചിനും ബൊൾട്ടാരോയിലൂടെയാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. അപ്പോൾ എന്താണ് ചുരങ്ങൾ? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൽ ചുരമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയാണ്. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. ശുദ്ധജല തടാകമാണ് ദാൽ, ഒരു ശുദ്ധജല തടാകമാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദാൽ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ദാൽ തടാകം. ദാൽ തടാകത്തിലെ ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും, എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്നാൽ തോണികളിലെ വിപണികളാണ്, കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ദാൽ തടാകത്തിലെ ഒരു ഷിക്കാരത്തോണിയാണ്. പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. അപ്പോൾ മർഗുകൾ എന്താണ്? പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മർഗുകൾ എന്ന് പറയുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞുമൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗുൽമർഗിന്റെ ചിത്രമാണ്. വേനൽക്കാലത്തും മഞ്ഞുകാലത്തുമുള്ള ഗുൽമർഗിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളെ മർഗുകൾ എന്ന വേനൽക്കാലത്ത് അറിയപ്പെടുന്നു. ഈ മർഗുകളിൽ ശൈത്യകാലത്ത് മഞ്ഞു മൂടപ്പെട്ട്, ഇവിടെ കാണിച്ചിരിക്കുന്നത് മഞ്ഞു മൂടപ്പെട്ടതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തൃതി എത്രയാണ്? 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന്റെ വിസ്തൃതി 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ: കാശ്മീർ ഹിമാലയത്തിന്റെ നീളവും വീതിയും യഥാക്രമം എത്രയാണ്? ആൻസർ: നീളം ഏകദേശം 700 കിലോമീറ്ററും വീതി 500 കിലോമീറ്ററുമാണ്. അപ്പോൾ നീളം എത്രയാണ്? 700 കിലോമീറ്റർ ആണ്. കാശ്മീർ ഹിമാലയത്തിന്റെ നീളം 700 കിലോമീറ്ററും വീതി 500 കിലോമീറ്ററുമാണ്. വിസ്തൃതി എത്രയാണ്? 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ: കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സിവാലിക്കും ഹിമാദ്രിയുമാണ് ഉൾപ്പെടാത്തത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ എന്നിവ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ്. ക്വസ്റ്റ്യൻ: ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം നിരയിലാണ്. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. ക്വസ്റ്റ്യൻ: സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് എന്നിവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് എന്താണ്? ആൻസർ: ഈ മേഖലയിലെ ഹിമാനികൾ ഉരുകുന്നതാണ്. ഗ്ലേസിയേഴ്സ് ഉരുകുന്നത് കൊണ്ടാണ് സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് എന്നിവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത്. ക്വസ്റ്റ്യൻ: പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന പർവ്വതങ്ങളിലെ സ്വാഭാവിക ഇടനാഴികൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ: ചുരങ്ങളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന പർവ്വതങ്ങളിലെ സ്വാഭാവിക ഇടനാഴികൾ ചുരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ഏത് ചുരമാണ്
ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്? ബനിഹാൽ ചുരമാണ്. അപ്പോൾ പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയായ ഹിമാനി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി അഥവാ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാനി സിയാച്ചിൻ ഹിമാനിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? സിയാച്ചിൻ എന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഹിമാനിയാണ്. അത് ശരിയാണ്. ബി, പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. ഇതും ശരിയാണ്. ബനിഹാൽ ചുരം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരകളിലാണ്. അത് തെറ്റാണ്. ഏത് പർവ്വതനിരയിലാണ്? പീർ പഞ്ചൽ പർവ്വതനിരയിലാണ് ബനിഹാൽ ചുരം സ്ഥിതി ചെയ്യുന്നത്. രവി, ചലം, ചിനാബ് എന്നിവ സിന്ധു നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. സിയാച്ചിൻ എന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഹിമാനിയാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. രവി, ചലം, ചിനാബ് എന്നിവ സിന്ധു നദിയുടെ പോഷക നദികളാണ്. ക്വസ്റ്റ്യൻ: ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകം ഏതാണ്? ദാൽ തടാകമാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം. ക്വസ്റ്റ്യൻ: പ്രസിദ്ധമായ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് തടാകത്തിന്റെ കരയിലാണ്? ദാൽ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കാശ്മീർ ഹിമാലയത്തിൽ ശുദ്ധജല തടാകങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ശരിയാണ്. ദാൽ തടാകത്തിലെ ശിക്കാര തോണികൾ അവിടുത്തെ പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രമാണ്. ഇതും ശരിയാണ്. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ ഉപ്പുരസമുള്ള തടാകത്തിന്റെ കരയിലാണ്. അപ്പം അത് തെറ്റാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്നാൽ തോണികളിലെ വിപണികളാണ്. അപ്പോൾ ഇതും ശരിയായ പ്രസ്താവനയാണ്. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ ശുദ്ധജല തടാകമായ ദാൽ തടാകത്തിന്റെ കരയിലാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ: പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? മർഗുകൾ എന്നാണ്. പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകൾ അറിയപ്പെടുന്നത് മർഗുകൾ എന്നാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മർഗുകൾ എന്നത് ശൈത്യകാലത്ത് മാത്രം ഉണ്ടാകുന്ന വലിയ തടാകങ്ങളാണ്. അത് തെറ്റാണ്. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ മഞ്ഞുകാല വിനോദമായ സ്കീയിങ് അനുയോജ്യമായ മർഗുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. വേനൽക്കാലത്ത് മർഗുകളിൽ കടുത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നു. ഇത് തെറ്റാണ്. ശൈത്യകാലത്താണ് മർഗുകളിൽ കടുത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നത്. മർഗുകളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കാറില്ല. ഇതും തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ശരിയായ പ്രസ്താവന സോൺമർഗ്, ഗുൽമർഗ് എന്നിവ മഞ്ഞുകാല വിനോദമായ സ്കീയിങ് അനുയോജ്യമായ മർഗുകൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ പഠിച്ചത് കാശ്മീർ ഹിമാലയത്തെക്കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഹിമാചൽ ഹിമാലയത്തെക്കുറിച്ചാണ്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായി തിരിക്കുന്നു: കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. പഠിക്കേണ്ടത് ഹിമാചൽ ഹിമാലയം. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. അപ്പോൾ ഹിമാചൽ ഹിമാലയം പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ്. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ്. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് ധൗളാധാർ, പീർ പഞ്ചൽ. അപ്പോൾ ധൗളാധാറും പീർ പഞ്ചലും ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ്. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ഈ ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പോൾ ചന്ദ്രതാലും സൂരജ് താലും ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രതാലും സൂരജ് താലും ഏത് ഹിമാലയത്തിലാണ്? ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാലാലാഷ്ല ചുരവും കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അപ്പോൾ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങൾ ഏതൊക്കെയാണ്? റോഹ്താങ് ചുരവും കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാഷ്ല ചുരവുമാണ്. അപ്പോൾ ബാരാലാഷ്ല ചുരവും റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അപ്പോൾ ബാരാലാഷ്ല ചുരം ബന്ധിപ്പിക്കുന്നത്
ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ടാണ് ബാരാലാസ്ല ചുരം ബന്ധിപ്പിക്കുന്നത്. ഈ കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരവുമാണ്. ഓർത്തു വയ്ക്കണം. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ കുളു, കംഗ്ര, ലാഹുൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂടുനീരുറവകൾ കാണപ്പെടുന്നു. ചൂടുനീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെ? മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. ഉദാഹരണം നുബ്ര താഴ്വര, മണികരൻ, ഖീർഗംഗ. അപ്പം എക്സാമിന് ചോദിക്കാം ചൂടുനീരുറവകൾക്ക് താഴെ തന്നിട്ടുള്ളവയിൽ ഉദാഹരണമല്ലാത്തതെന്ന് ചോദിക്കാം. അപ്പോൾ ഉദാഹരണം പഠിച്ചു വയ്ക്കണം. നുബ്ര താഴ്വര, മണികരൻ, ഖീർഗംഗ ചൂടുനീരുറവകൾക്ക് ഉദാഹരണങ്ങളാണ്. ചൂടുനീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് ജിയോതെർമൽ എനർജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൻ ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതൊരു PYQ ആയിരുന്നു. മണികരൻ പഠിച്ചു വയ്ക്കണം. ഹിമാചൽ പ്രദേശിലെ മണികരൻ ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം. ജിയോതെർമൽ എനർജിക്ക് ഒരു ഉദാഹരണമാണ് മണികരൻ. ക്വസ്റ്റ്യൻ: ഹിമാലയ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ് ഹിമാലയ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദി ഏതാണ്? ബിയാസ് ആണ്. ക്വസ്റ്റ്യൻ: ഹിമാലയ പർവ്വത പ്രദേശത്തെ പ്രധാന പർവ്വത നിരകൾ ഏതെല്ലാമാണ്? ഏതാണ് ആൻസർ? ധൗലാധാറും പീർ പഞ്ചാലുമാണ്. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശത്തെ പ്രധാന പർവ്വത നിരകളാണ് ധൗലാധാറും പീർ പഞ്ചാലും. ഹിമാലയത്തിലെ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ചന്ദ്രതാലും സൂരജ് താലുമാണ്. അപ്പോൾ ഹിമാലയത്തിലെ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാലും സൂരജ് താലും. ചന്ദ്രതാലും സൂരജ് താലും എവിടെയാണ് കാണപ്പെടുന്നത് ചോദിക്കാം. ഹിമാലയത്തിലാണ്. ക്വസ്റ്റ്യൻ: ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഈ മേഖലയിലെ പ്രധാന ചുരം ഏതാണ്? ബാരാലാസ്ല ചുരമാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാസ്ല ചുരമാണ്. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ഹിമാലയത്തിലെ പ്രധാന ചുരം ഏതാണ്? റോഹ്താങ് ചുരമാണ്. അപ്പോൾ കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരമാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാസ്ല ചുരമാണ്. ക്വസ്റ്റ്യൻ: ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകത എന്ത്? ചൂടുനീരുറവകളാണ്. അപ്പം ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതയാണ് ചൂടുനീരുറവകൾ. ക്വസ്റ്റ്യൻ: മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലമായി മാറിയ ശേഷം ചൂടുനീരുറവകളായി രൂപപ്പെടാൻ പ്രധാന കാരണം എന്താണ്? ഇവിടുത്തെ ആൻസർ ഏതാണ്? പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിച്ച് ഭൂഗർഭജലത്തെ ചൂടാക്കുന്നത് കൊണ്ടാണ് മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലമായി മാറിയ ശേഷം ചൂടുനീരുറവകളായിട്ട് രൂപപ്പെടാനുള്ള പ്രധാന കാരണം. ക്വസ്റ്റ്യൻ: ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ചൂടുനീരുറവകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നുബ്ര താഴ്വര, മണികരൻ, ഖീർഗംഗ. ക്വസ്റ്റ്യൻ: ചൂടുനീരുറവയിലെ ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് നിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഹിമാചൽ പ്രദേശിലെ സ്ഥലം ഏതാണ്? മണികരൻ ആണ്. ഇതൊരു PYQ ആയിരുന്നു. ചൂടുനീരുറവയിലെ ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഹിമാചൽ പ്രദേശിലെ സ്ഥലമാണ് മണികരൻ. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാശ്മീർ ഹിമാലയം, അസം ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, പഞ്ചാബ് ഹിമാലയം.
ഒന്നുകൂടി നോക്കാം. ഹിമാലയത്തെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ കാശ്മീർ ഹിമാലയവും ഹിമാചൽ ഹിമാലയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടത് ഏതാണ്ട് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. നമുക്ക് പഠിക്കേണ്ടത് ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം ഏതിനിടയിലാണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശം അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നാണ്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗാഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് കുമവൂൺ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉദ്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ഓർത്തുവയ്ക്കണം. യമുനോത്രി, ഗംഗോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ഏത് മേഖലയിലാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. അപ്പോൾ ഡൂൺ എന്താണ്? ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ അറിയപ്പെടുന്നതാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. അപ്പോൾ ഡെറാഡൂൺ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കും. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് ഡെറാഡൂൺ. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. അപ്പോൾ ബുഗ്യാൽ എന്താണ്? ഉത്തരാഖണ്ഡിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ അറിയപ്പെടുന്നത് ബുഗ്യാൽ എന്നാണ്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ എന്നിവ ഉദാഹരണങ്ങളാണ്. ഓർത്തുവയ്ക്കണം. ബുഗ്യാലുകൾക്ക് ഉദാഹരണം ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. ബുഗ്യാലും ആട്ടിടയന്മാരും ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലാരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. ക്വസ്റ്റ്യൻസ് നോക്കാം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം ഏതിനൊക്കെ ഇടയിലാണ്? സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? ഗഡ്വാൾ ഹിമാലയം എന്നാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത്. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാണ്? കുമയൂൺ ഹിമാലയം എന്നാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് കുമയൂൺ ഹിമാലയം എന്നാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ ഹിമാലയം എന്നാണ്. ക്വസ്റ്റ്യൻ: ഏത് നദികൾക്കിടയിലാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ നദികൾക്കിടയിലാണ്? സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. സത്ലജ് നദി മുതൽ കാളി നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പടിഞ്ഞാറ് ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് കുമയൂൺ ഹിമാലയം എന്നും വേർതിരിച്ചിരിക്കുന്നു. കുമയൂൺ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും പാകിസ്ഥാൻ അതിർത്തിയിലാണ്. ഈ പ്രദേശം ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ്. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെ വ്യാപിച്ചു കിടക്കുന്ന
ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പടിഞ്ഞാറ് ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് കുമയോൺ ഹിമാലയം എന്നും വേർതിരിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ, നന്ദാദേവി, കാമറ്റ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയ മേഖലയിലാണ്? എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ക്വസ്റ്റ്യൻ, ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായ ഹിമാനി ഏതാണ്? ഗംഗോത്രിയാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണമേവ? ഏതൊക്കെയാണ്? നൈനിതാലും ഭീംതാലുമാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് നൈനിതാലും ഭീംതാലും. ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: ഗംഗോത്രി, യമുനോത്രി എന്നിവ ഈ മേഖലയിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ്. ഇത് തെറ്റാണ്. കാരണം എന്താണ്? ഗംഗോത്രിയും യമുനോത്രിയും ഹിമാനികളാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. നൈനിതാൽ, ഭീംതാൽ എന്നിവ ഗംഗ, യമുന നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളായ ഹിമാനികളാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഇതെന്താണ്? നൈനിതാലും ഭീംതാലും ശുദ്ധജല തടാകങ്ങളാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. യമുന നദി ഉത്ഭവിക്കുന്നത് ഭീംതാൽ തടാകത്തിൽ നിന്നാണ്. അത് തെറ്റാണ്. യമുന നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? യമുനോത്രിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ തെറ്റായ ഓപ്ഷൻ എ, ബി, ഡി ആണ്. ഇപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് സി ആണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ ഡെറാഡൂൺ താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി ഡൂണുകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം മലനിരകൾക്ക് ഇടയിലാണ്? ആൻസർ: ലെസർ ഹിമാലയം, സിവാലിക് മലനിരകൾ എന്നിവയ്ക്കിടയിലാണ് ഡൂണുകൾ സ്ഥിതി ചെയ്യുന്നത്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിലാണ് ഡൂണുകൾ സ്ഥിതി ചെയ്യുന്നത്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഡൂണുകൾ എന്നാണ്. അപ്പോൾ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ അറിയപ്പെടുന്നത് ഡൂണുകൾ എന്നാണ്. ക്വസ്റ്റ്യൻ, ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ബുഗ്യാലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ബുഗ്യാലുകൾക്ക് ഉദാഹരണമായി പറയുന്നത് ഏതെല്ലാമാണ്? ദയാറ ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലുമാണ്. അപ്പോൾ ബുഗ്യാലുകൾക്ക് ഉദാഹരണം ദയാറ ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. ക്വസ്റ്റ്യൻ, ഹിമാലയത്തിൽ ഏകദേശം എത്ര മീറ്റർ ഉയരത്തിനിടയിലാണ് ബുഗ്യാൽ എന്ന പുൽമേടുകൾ കാണപ്പെടുന്നത്? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3000 മുതൽ 4500 മീറ്റർ വരെയാണ്. അപ്പോൾ ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിനിടയിലാണ് ബുഗ്യാൽ എന്ന പുൽമേടുകൾ കാണപ്പെടുന്നത്. ഹിമാലയത്തിലെ ഏത് മേഖലയിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് വിളിക്കുന്നത്? ഗഡ്വാൾ മേഖലയാണ്. അപ്പോൾ ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ, വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ്. അപ്പം വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഹ്യൂമൻസ്. ഹിമാലയത്തിലെ ഏത് മേഖലയിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് വിളിക്കുന്നത്? ഗഡ്വാൾ മേഖലയാണ്. അപ്പോൾ ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ, വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ്. അപ്പം വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഹ്യൂമൻസ്. പടിഞ്ഞാറൻ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് മധ്യ ഹിമാലയത്തെക്കുറിച്ചും കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ചുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മധ്യ ഹിമാലയത്തെക്കുറിച്ചും കിഴക്കൻ ഹിമാലയത്തെയും കുറിച്ചും പഠിക്കാം. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.